ഹെയർ ട്രാൻസ്പ്ലാന്റ് ഇഷ്യൂസ് കുറേ പുറത്ത് വന്നത് അതിലേക്ക് എനിക്ക് ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള ഇത് എന്തിനാണ് ഇത്രയും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല ഇതിൻ്റെ ഒരു ഹായ് ഓൾ. എൻ്റെ പേര് ജോഗേഷ് ആണ്. ഞാൻ ട്രിവാൻഡ്രത്താണ് നാട്ടിൽ. ഇപ്പം ഞാൻ US വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വിത്ത് ലാ ഡെൻസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഏർലിയർ ബിഫോർ നോയിങ് അബൌട്ട് ലാ ഡെൻസിറ്റി എനിക്ക് ഹെയർ ഫോൾസ് ഉണ്ടായിരുന്നു. മീൻസ് ഫ്രണ്ട് ഭാഗം നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ രീതിയിലുള്ള കുറേ കാര്യങ്ങൾ ചെയ്ത് നോക്കി. കുറേ മരുന്നുകൾ, കുറേ ആഹാരത്തിൽ മാറ്റങ്ങൾ എല്ലാം ചെയ്ത് നോക്കി. പക്ഷേ ചെറിയ രീതിയിലൊക്കെ മാറ്റങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു. പക്ഷേ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് എപ്പോഴും ഇതിൻ്റെ പുറകെ നടക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ അതുകൊണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു മാറ്റം അങ്ങനെ ഇല്ലായിരുന്നു. മുടി എനിക്കൊരു വലിയ എന്താണ് കോൺഫിഡൻസ് ബൂസ്റ്റർ തന്നെയാണ്. എനിക്ക് മാത്രമല്ല, ഐ തിങ്ക് മോസ്റ്റ് ഓഫ് പീപ്പിൾ എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം അത് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെങ്ങനെ മാറ്റിയെടുക്കാം, അങ്ങനെ മാറ്റിയെടുക്കാം. എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ട്രാൻസ്പ്ലാന്റ് ചെയ്യണം വേണ്ട എന്നുള്ളൊരു പകുതി ചിന്തയിലായിരുന്നു. അങ്ങനെ 6 months ബാക്ക് ഞാനിങ്ങനെ നാട്ടിൽ വരാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോഴാണ് വൈഫ് പറഞ്ഞാൽ ഇങ്ങനെ യൂട്യൂബിൽ എന്തോ ഒരു വീഡിയോ കണ്ടിട്ട് പറഞ്ഞു ലാ ഡെൻസിറ്റി നല്ലതെന്ന് തോന്നും, അവിടെ കുറേ സെലിബ്രിറ്റീസ് ഒക്കെ പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പെട്ടെന്ന് ലാ ഡെൻസിറ്റിനെ അപ്രോച്ച് ചെയ്തു. ദേ വെരി ക്വിക്ക്. അപ്പോയിൻമെന്റ് തന്നു. ഞാൻ വരുന്ന ഡേറ്റിന്റെ അനുസരിച്ചിട്ടുള്ള അപ്പോയിൻമെന്റും തന്നു. ദേ വെരി കോപ്പറേറ്റീവ് ആൻഡ് കമ്മ്യൂണിക്കേഷനും ഭയങ്കര നല്ല രീതിയിൽ വാട്സപ്പിൽ തന്നെ എല്ലാ കമ്മ്യൂണിക്കേഷനും നടന്നു. ദേ മേഡ് മീ ഡു ലോട്ട് ഓഫ് ബ്ലഡ് ടെസ്റ്റ്. ഞാൻ വേഗം ചെയ്തു എന്തിനാണ് ഇത്രയും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്, എനിക്ക് അറിയത്തില്ല ഇതിൻ്റെ ഒരു ഇങ്ങനെ ഇതൊക്കെ ആവശ്യമാണെന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. സോ ഓൾ ടുഗദർ ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഫോർ മീ. ഞാൻ വന്നു, ഇവിടെ ചെയ്തു. മറ്റേ എനിക്ക് 3000 ഗ്രാഫ്റ്റാണ് വെച്ചിരുന്നത്. ഫ്രണ്ട് പോർഷൻ ആയിരുന്നു എൻ്റെ മെയിൻ ഇഷ്യൂ. അപ്പം 3000 ഗ്രാഫ്റ്റ് വെച്ചു. സഫയർ ആണ് എൻ്റെ എടുത്തിരുന്നത്. സഫയർ നീഡിൽ വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. എനിക്കൊരു പേടി ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരിക്കും ആ ഒരു പ്രൊസീജിയർ, വേദന എടുക്കുമോ എന്തായിരിക്കും. പക്ഷേ ഇറ്റ് വാസ് ഓൾ ടുഗദർ എ വെരി എന്താ പറയുക നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് വേദനയോ പിന്നെ ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് പറഞ്ഞിരുന്നു. ആഫ്റ്റർ പോസ്റ്റ് പ്രൊസീജിയർ എന്തായിരിക്കും ചെയ്യേണ്ടത്, എങ്ങനെ പോകണം, എന്തൊക്കെ ചെയ്യണം എല്ലാം പറഞ്ഞു തന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ഡെയിലി എനിക്ക് വാട്സപ്പിൽ എനിക്ക് ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ ചോദിക്കുമായിരുന്നു, ഫോട്ടോസ് അയച്ചു തരാൻ പറയുമായിരുന്നു. അപ്പം ഇറ്റ് വാസ് എ കോൺഫിഡൻസ് ബൂസ്റ്റർ അറ്റ് ദാറ്റ് ടൈം ഓൾസോ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു, എന്നെ തന്നെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാം. പിന്നെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം കാര്യങ്ങൾ അതെല്ലാം പറഞ്ഞു. പിന്നെ GFC ചെയ്തിരുന്നു, ഒരു 4 GFC കൂടെ ചെയ്തിരുന്നു അതിൻ്റെ കൂടെ തന്നെ. പിന്നെ ഞാൻ 6 months കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ പിന്നെ വന്നിട്ടുണ്ട് നാട്ടിൽ. സോ ഐ എം ലൈക്ക് കോൺഫിഡൻസും കൂടി എനിക്ക് തന്നെ എൻ്റെ മുടി കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഹൗ ഇറ്റ് ചേഞ്ച്ഡ്. എൻ്റെ ലുക്ക് തന്നെ മാറിയിട്ടുണ്ട് എല്ലാം കൂടെ. എൻ്റെ ഫ്രണ്ട്സ് ആയാലും എല്ലാവരും പറഞ്ഞു. പലർക്കും സംശയം ഉണ്ടായിരുന്നു ഇങ്ങനെ ഈ ഒരു ലാ ഡെൻസിറ്റി അല്ല ഏതെങ്കിലും ഹെയർ ട്രാൻസ്പ്ലാന്റ് ഞാൻ ചെയ്യുന്ന സമയത്തായിരുന്നു ഹെയർ ട്രാൻസ്പ്ലാന്റ് ഇഷ്യൂസ് കുറേ പുറത്ത് വന്നത്. എവിടെയൊക്കെയോ ആരൊക്കെയോ ക്ലിനിക്സിൽ പോയി ചെയ്തിട്ട് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷേ അതിലേക്ക് എനിക്ക് ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ ഐ തിങ്ക് ഐ ചൂസ് ദ റൈറ്റ് പ്ലേസ്. ലാ ഡെൻസിറ്റി ചൂസ് ചെയ്ത് എന്തുകൊണ്ടും എനിക്ക് നല്ലത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ സജസ്റ്റ് ചെയ്തു, ഇപ്പം മുടി ഉള്ളവരോട് ഞാൻ പറഞ്ഞു ഇപ്പം മുടി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ പോയി ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. ബിക്കോസ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് വി ഡോണ്ട് നോ എങ്ങനെ നമ്മുടെ മുടി പോകുന്നത്. ഹെറിഡിറ്ററി എന്നൊക്കെ പറയെങ്കിലും നമ്മൾ പല എക്സ്ക്യൂസും പറയും. വി നെവർ നോ. ഇത്രയും നല്ല സയന്റിഫിക്കലി പ്രൂവൺ കാര്യങ്ങളുള്ളപ്പോൾ നമ്മൾ ലെറ്റ്സ് യൂട്ടിലൈസ് ദാറ്റ്, അതേ ഞാൻ പറയുള്ളൂ. സോ ഓൾ ടുഗദർ എൻ്റെ കോൺഫിഡൻസ് കൂട്ടുണ്ട്. എനിക്ക് ഐ എം സോ ഹാപ്പി വിത്ത് ദ റിസൾട്ട്സ് ഹിയർ. 6 months plus ആയി. ഓൾ ടുഗദർ ഇറ്റ്സ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഫോർ മീ. താങ്ക്സ് ടു ലാ ഡെൻസിറ്റി. സോ താങ്ക്സ് ടു എവരിവൺ. ഇവിടെ അവിടുത്തെ സ്റ്റാഫ്സും എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. താങ്ക്സ് എ ലോട്ട് ആൻഡ് ദിസ് ചേഞ്ച്ഡ് മൈ ലൈഫ് ഐ വുഡ് സേ. താങ്ക് യു.